പാവം ഒരു ജീവനെ എല്ലാവരും കൂടെ പിടിച്ചിട്ട് ഇത് എന്ത് ചെയ്യാൻ പോവുക എന്നായിരിക്കില്ലേ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. അതറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവും. എങ്കിൽ പിന്നെ സമയം ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. Daily.365 യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മൂരിക്കുട്ടികൾ കുടുകുടുന്ന് അടിപൊളി ഓടുന്ന കണ്ടോ? ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇത് നമ്മളുടെ വീട്ടിലത്തെ മൂരിക്കുട്ടിയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരുപാടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ളത് ഇവനും വേറൊരുത്തനുമാണ്. ഇത് കുറച്ച് കളർ ഇങ്ങനെ ഈ ഷെയ്ഡ് വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന മൂരിക്കുട്ടിയാണ്. മറ്റേത് വൈറ്റ് മൂരിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യമൊക്കെ നോക്കുന്നത് ചാച്ചനാണ്. ചാച്ചൻ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അനിയൻ. പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവിടെ അച്ഛനും മൂരി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടെണ്ണം ഇതുപോലത്തെ, കുഞ്ഞതല്ല വലുതായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ താമ്പ് തിരിക്കുക, കണ്ടം പൂട്ടുക എന്നീ പണികളൊക്കെ ചെയ്യുന്നത്. താമ്പ് തിരിക്കുക, കണ്ടം പൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്, അതെന്താ കാര്യം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കാര്യത്തോട്ട് വരാം. അപ്പോൾ നമ്മളുടെ ബ്രൗൺ ഷെയ്ഡുള്ള മൂരിക്കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പിടിച്ച് വേദനിക്കൊന്നുമില്ല, അതിനെന്തോ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ ഒരു പേടിച്ച പോലെ നിൽക്കുന്നത്. വേദനിക്കൊന്നുമില്ല. അവർ കറക്റ്റായിട്ട് കാല് രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ടാണ് ലാഡ് അടിക്കാൻ പോകുന്നത്. കാരണം അത് കാലിട്ടിങ്ങനെ തട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാല് രണ്ടും ഇങ്ങനെ കെട്ടുന്നത്, 4 കാലും കൂടെ കൂട്ടി കെട്ടുന്നത് കേട്ടോ. കാല് മാത്രം കെട്ടിവെച്ചുകൊണ്ടായില്ല, തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചാച്ചൻ്റെ മോൻ കഴുത്ത് അവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതാകുന്ന സമയത്ത് കഴുത്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ഈ പ്രോസസ്സ് അറിയാത്തൊരാൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂറിനെ കെട്ടിവെച്ചുകൊണ്ട് എന്താ ചെയ്യണമെന്ന് ആലോചിക്കാറുണ്ട്. ഞാനും പല പ്രാവശ്യം പണ്ട് അച്ചാച്ചൻ്റെ മൂരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അയ്യോ പാവം മൂരി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് മൂരിയുടെ സേഫ്റ്റിക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന്. ലാടം കണ്ടില്ലാത്തവർ ഇത് കണ്ടോ, ചാക്കിൽ വെച്ചിട്ടുണ്ട്. അതൊരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണമാണ്. ലാടം അടിക്കുന്നത് കാളയുടെ കുളമ്പിൻ്റെ അളവിനനുസരിച്ചാണ്. ആൾ വന്ന് അതെല്ലാം ഇങ്ങനെ വെച്ച് നോക്കി അതിനനുസരിച്ച് ആ അളവിനനുസരിച്ച് റീവർക്ക് ചെയ്ത് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇത് അവിടെ ഫിക്സാക്കി ഇങ്ങനെ അടിച്ച് കയറ്റി ഫിക്സാക്കി വെക്കുന്നത്. ഇരുമ്പിൻ്റെ ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് ആ ലാടം, ഇരുമ്പിൻ്റെ ആ ലാടം ഇങ്ങനെ അടിച്ചത് അവിടെ ഫിക്സാക്കി ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആൾ അടിക്കുന്ന കുളമ്പിൽ നോക്കണ്ട, അതിൻ്റെ ഇപ്പുറത്തെ കുളമ്പിൽ താഴെ കണ്ടോ ലാടം, പഴയ ലാടം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തേഞ്ഞ ലാടമാണ് കേട്ടോ. അത് നമ്മൾ മാറ്റിയിട്ടാണ് പുതിയത് അടിച്ച് കയറ്റുന്നത്. അത് ഇനിയും ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെയാണ് കാള ഇനിയും നടക്കുന്നതും ഓടുന്നതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തെന്നി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് തേഞ്ഞ് കഴിയുമ്പോൾ അത് മാറ്റി പുതിയ ലാടം അടിച്ച് കയറ്റുന്നത് കേട്ടോ. കാളയ്ക്ക് ലാടമൊക്കെ അടിച്ചിട്ട് ചാച്ചന്മാരെ എങ്ങോട്ടാണ് പോയതെന്ന് അറിയണ്ടേ? നേരത്തെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. തെരുവത്തെ പള്ളിയിൽ പള്ളി നേർച്ചയ്ക്ക് പോകാനാണ് ഇവരുടെ ഈ ഒരുക്കുമാനങ്ങൾ കേട്ടോ. വർഷം എല്ലാ വർഷവും ചാച്ചൻ മുടങ്ങാതെ പോകുന്ന ഒരാളാണ്. ചാച്ചൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ മൂരിനെയും ഒക്കെ കൊണ്ടുപോകുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം പോകുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ അവർ കർപ്പൂരമൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്ന് മുതൽ ആ കാളയും കൊണ്ടാണ് സവാരി വണ്ടിയിൽ പള്ളി വരെ എടുത്തുന്നത് കേട്ടോ. കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവരുടെ കൂടെ പോകുന്ന വണ്ടിയാണിത്. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും അവിടെ പോയി വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഈ വണ്ടിയിലാണ് കേട്ടോ ഇവരുടെ ബാക്കിൽ പോകുന്നത്. ഞാൻ ചോദിക്കേണ്ടായി, അനിയൻ ഇവരുടെ കൂടെ തന്നെയാണല്ലോ, അപ്പോൾ എന്താ ഇവരുടെ കൂടെ അനിയൻ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ എക്സാം ആയിരുന്നു, അതുകൊണ്ടാണ് ഇവരുടെ കൂടെ പോകാൻ പറ്റാതിരുന്നത്. എന്നിട്ട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിറ്റേന്ന് അവൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി പിന്നെ ഇവരുടെ ഒപ്പം മൂരിവണ്ടിയിൽ വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അവർ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പിന്നാലെ പോയിട്ടുണ്ട് റോഡ് വരയ്ക്കും. കാരണം ഇപ്പോൾ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളാച്ചി, കൊഴിഞ്ഞാമ്പാറ, പിന്നെ കുറച്ച് ദൂര സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ആൾക്കാർ മൂരിവണ്ടിയിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു 5 മണി 5:30 6 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഒരുപാട് വണ്ടികൾ പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് ചാച്ചൻ അങ്ങോട്ട് പോയി കഴിഞ്ഞതും ബാക്കിൽ ഒരു 7 കാളവണ്ടി ഒരുമിച്ച് വന്നു. അത് എനിക്കിതിൽ പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഭാഗ്യം ഉണ്ടായി. സാധാരണ അങ്ങനെ വരാറില്ല. എന്തോ കറക്റ്റ് ഞങ്ങളിവിടെ എത്തിയതുമാണ് ഇത്രയും മൂരിവണ്ടികൾ ഒരുമിച്ച് കാണാൻ ഭാഗ്യം ഉണ്ടായത് കേട്ടോ. നേരത്തെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അച്ഛന് കടയുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കാണാം. കൂടെ കുതിരവണ്ടിയും പോകുന്നത് കാണാം കേട്ടോ. ഇപ്പോൾ ഇന്ന് കുതിരവണ്ടി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ഇപ്പോൾ ഈ സമയത്ത് മുരിവണ്ടിയാണ് ഒരുപാട് പോകുന്നുണ്ടായിരുന്നത്. ആളത് ഈ ടാറ്റ ഒക്കെ എനിക്ക് കാണിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നവരും ഉണ്ട്, ഒരുമിച്ച് പോകുന്നവരും ഉണ്ട് കേട്ടോ. ഒരുമിച്ച് പോകുന്നവരെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ എന്താ അവരിങ്ങനെ കാളങ്ങനെ ഓടുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കുള്ള പള്ളിനേർച്ചയുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ചെറുപ്പത്തിലാണ്, ഒരു തവണ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ, വളരെ ചെറുപ്പത്തിൽ. അമ്മമ്മയുടെ വീട് അവിടെ ആയതുകൊണ്ട് അമ്മമ്മയും അച്ഛൻ്റെയും ഒപ്പം ഞാൻ കൂടെ പോയതാണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചാച്ചൻ ഇങ്ങനെ വർഷം വർഷം പോയിട്ട് വരുന്ന സമയത്ത് ഹൽവയൊക്കെ കൊണ്ടുവരാറുണ്ട് മുടങ്ങാതെ. അപ്പോൾ ചാച്ചൻ അവിടുത്തെ കഥകളും എല്ലാം പറഞ്ഞു തരാറുണ്ട്. അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കേട്ടറിവാണ് അവിടുത്തെ കാഞ്ഞിരത്തിൻ്റെ ഇല ഒരു സമയം ഒരു കൃത്യസമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈപ്പുള്ള ഇല മധുരം പോലെ തോന്നാറുണ്ട് എന്നുള്ള ഒരു അറിവ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് അനിയൻ പിറ്റേന്ന് പോയപ്പോൾ എടുത്ത കാഴ്ചകളാണ് കേട്ടോ. ഞാൻ എന്തായാലും ഈ പ്രാവശ്യം പള്ളിനേർച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അനിയൻ പോയപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാളയുടെ വിശേഷങ്ങളും പള്ളിനേർച്ചയുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. മൂരിയുടെ വീഡിയോസും ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ താമ്പ് തിരിക്കുക, ഉഴുക എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ജനറേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരയ്ക്കും. ബൈ ബൈ ഫ്രം JLE.365.